ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ലത. ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏദൻ തോട്ടത്തിൻ്റെ ടെറസിലാണ്. കണ്ടോ, ഈ വെണ്ട കൃഷി ചെയ്തിരിക്കുന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിവിടെ ഒരു വെണ്ട വെച്ചിട്ടുണ്ട്. ചുമപ്പ് വെണ്ടയും ഉണ്ട്, പച്ച വെണ്ടയുണ്ട്. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമ്മുടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ട അല്ലേ. ഇന്നിപ്പം ഞാൻ പറയുന്നത് നമ്മുടെ വെണ്ട കൃഷിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ധാരാളം പ്രശ്നങ്ങളെന്ന് വെച്ചാൽ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിപാളുന്നൊരു കൃഷിയുമാണ് വെണ്ട കൃഷി. വലിയ കർഷകരായാലും അടുക്കളത്തോട്ടം കർഷകരായിരുന്നാലും വളരെയധികം ശ്രദ്ധ, വിത്ത് മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വെണ്ട കൃഷി പാളും. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള ചില പ്രശ്നങ്ങൾ ഞാനിന്നിപ്പോൾ കാണിക്കാം. ഇത് കണ്ടോ, ഇത് സാധാരണയായിട്ട് വെണ്ടയിൽ കാണുന്ന പല പ്രശ്നങ്ങളുള്ള ഒരു വെണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഐസൊലേഷനിൽ എന്ന് വെച്ചാൽ നമ്മളെ മറ്റുള്ള വെണ്ടകളുടെ ഇടയിലൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ മൊസൈക്ക് കണ്ടിട്ടും അതിനെ നശിപ്പിക്കാതെ വെച്ചത് ഒരു വീഡിയോ എടുത്തിട്ട് നശിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിനെ മറ്റുള്ള വെണ്ടകളുടെ ഇടയിലൊന്ന് മാറ്റി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നമുക്ക് വെണ്ടയിലുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് കണ്ടോ, പൗഡറി മിൽഡ്യൂ. ഇതിൻ്റെ ഇല കണ്ടോ, ഇലയുടെ അടിയിൽ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ, കറുത്ത പൂപ്പൽ പോലെ വരും. അതൊരു ഫംഗസ് രോഗമാണ്. അത് പ്രശ്നമില്ല. അത് ആരംഭത്തിൽ തന്നെ അത്തരത്തിലുള്ള രോഗം കണ്ട രോഗമെന്ന് അതിനെ പറയാൻ പറ്റില്ല. ആ ഒരു പൂപ്പൽ ബാധ കണ്ട ആ ഇലയെ കട്ട് ചെയ്ത് നശിപ്പിക്കുകയും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് മാറിക്കിട്ടും. അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നൊന്ന് ഇല ചുരുട്ടിപ്പുഴു. കണ്ടോ, ഇലയുടെ കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ഇല ചുരുട്ടിപ്പുഴു. ഇതിനകത്ത് കണ്ടോ ഒരു പുഴു ഇതിനകത്തിരിപ്പുണ്ട്. അത് നമുക്ക് കൈകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുട്ടയും ഉണ്ട്, പുഴുവുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഇതൊരു വലിയ പ്രോബ്ലം അല്ല, നമുക്ക് കൈകൊണ്ട് അതിനെ നശിപ്പിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പുഴുവിനെ നശിപ്പിക്കുന്ന ബിവേറിയയോ അല്ലാന്നുണ്ടെങ്കിൽ കാന്താരി മുളക് മിശ്രിതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുഴുവിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് നശിപ്പിക്കാൻ പറ്റും. അതിന് പുഴുവിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഉപയോഗിക്കാറില്ല. കൈകൊണ്ട് കാണുന്നതിന് അപ്പോഴും തന്നെ കൈകൊണ്ട് ഒന്നുകിൽ ആ ഇലയുടെ ഭാഗം ഇങ്ങനെ ഒരു കമ്പ് കൊണ്ട് ആ ചുരുണ്ടിരിക്കുന്ന ഭാഗം നിവർത്തി വിടുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം ചുരുണ്ടിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ഈ 2 രീതിയിലാണ് ഞാൻ നശിപ്പിക്കുന്നത്. പക്ഷേ മാരകമായൊരു പ്രശ്നമാണ് ഇത് മൊസൈക്ക് രോഗം. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്യാൻസർ പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ അതിനെ വെട്ടി നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ ഈ മൊസൈക്ക് രോഗം കണ്ടാലുള്ളൂ. മൊസൈക്ക് രോഗം വെള്ളീച്ചയാണ് വരുത്തുന്നത്. അപ്പം നമ്മൾ വെണ്ട കൃഷി ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ തോട്ടത്തിൽ ഈ വെള്ളീച്ചയ്ക്കുള്ള ഈ മഞ്ഞക്കിണിയൊക്കെ വെച്ചിട്ട് വെള്ളീച്ചയെ നിയന്ത്രിക്കുക. വേപ്പധിഷ്ഠിത കീടനാശിനികൾ ബാക്കിയുള്ള ചെടികളിൽ തളിച്ച് വെള്ളീച്ചയുടെ സാന്നിധ്യം ഒഴിവാക്കുക. ഈ തരത്തിൽ മാത്രമേ നമുക്ക് ഈ മൊസൈക്ക് രോഗം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. മൊസൈക്ക് ബാധിച്ചാൽ പിന്നെ അതിന് മരുന്നൊന്നുമില്ല. ആ ചെടിയെ നശിപ്പിക്കുക എത്രയും പെട്ടെന്ന്. അത് കണ്ടാൽ ഉടനെ തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അതിനെ പിഴുതു മാറ്റി തീയിട്ട് നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും രോഗം ബാധിച്ച വെണ്ടയുടെ വിത്തെടുത്ത് നമ്മൾ അടുത്ത് കൃഷി ചെയ്യാൻ പാടില്ല. പിന്നെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുക. അത്തരത്തിലുള്ള ചില മാർഗങ്ങളിലൂടെ മാത്രമേ നമുക്ക് മൊസൈക്കിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും അധികം പ്രശ്നവും സങ്കടവും ഉണ്ടാക്കുന്ന ഒന്ന് ഈ മൊസൈക്ക് രോഗം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.